വെൽക്കം ബാക്ക് ടു സീനിയേഴ്സ് മെഡിച്ചു. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എൻഡോട്രക്കിയൽ സക്ഷനിങ്. സാധാരണയായിട്ട് ഐസിയുകളിലൊക്കെ വെന്റിലേറ്റർ പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻ്റ് നമ്മൾ ഓപ്പൺ സെക്ഷൻ ഉണ്ട്, ക്ലോസ് സെക്ഷൻ ഉണ്ട്. അത് നമ്മൾ എന്തിനൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എയർവേ പേറ്റൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെക്രീഷൻസ് ഈൽഡ് ഔട്ട് ചെയ്ത്, അതായത് പേഷ്യൻ്റ് എയർവേ പേറ്റൻസിക്ക് വേണ്ടിയിട്ട് സെക്രീഷൻസ് ഈൽഡ് ഔട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് എൻഡോട്രക്കിയൽ സക്ഷനിങ്. അതിൻ്റെ ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പേഷ്യൻ്റ് പ്രിപ്പറേഷൻ ഫസ്റ്റ്, അത് സക്ഷൻ്റെ ഈവൻറ്റ്, അതായത് ആ സക്ഷൻ ചെയ്യുന്ന സമയം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോളോ അപ്പ് കെയർ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അത് അതിൻ്റെ പ്രൊസീജിയറിൽ ഇൻക്ലൂഡഡ് ആകുന്നത്. അതിൻ്റെ പർപ്പസ് എയർവേ ക്ലിയർ ചെയ്യുക, പിന്നെ പേഷ്യൻ്റിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ 2 പർപ്പസാണ് ഈ സക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ സക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഒരു നേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഹൈപ്പോക്സിയ, അതായത് ഓക്സിജൻ്റെ അളവ് കുറയുന്നു. എയർവേ ട്രോമ, നമ്മൾ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റുള്ള ട്യൂബല്ല എടുത്തതെങ്കിൽ, അതായത് സക്ഷൻ ട്യൂബല്ല എടുത്തതെങ്കിൽ, കൃത്യമായിട്ട് നമ്മൾ സക്ഷൻ ചെയ്തില്ല എങ്കിൽ, അതിനെപ്പറ്റി നമ്മൾ നോളജ് ഇല്ല എങ്കിൽ പേഷ്യൻറ്റിന് എയർവേ ട്രോമ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സൈക്കോളജിക്കൽ ട്രോമ. സൈക്കോളജിക്കൽ ട്രോമ എന്ന് പറയുമ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പം നമ്മൾ പേഷ്യൻറ്റ് സക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട്, അതായത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് പേഷ്യൻറ്റിനോട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറയണം, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഇങ്ങനെ കഫം കിടപ്പുണ്ട്, കഫം എടുത്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്താ പറയുക ശ്വാസം കൃത്യമായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രം ഈ സക്ഷൻ ചെയ്യുക. പിന്നെ ബ്രാഡിക്കാർഡിയ വാസോവേഗൽ റിഫ്ലക്സ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ബ്രാഡിക്കാർഡിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പെയിനാണ്. പിന്നെ ഇൻഎഫക്റ്റീവ് സക്ഷനിങ്. ഇൻഎഫക്റ്റീവ് സക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിയറായിട്ട് കൃത്യമായിട്ട് സക്ഷൻ ചെയ്തില്ല എങ്കിൽ അത് സെക്രീഷൻ വീണ്ടും കിടന്നിട്ട് പേഷ്യൻറ്റിന് എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഹൈപ്പോക്സിയ അടിച്ചിട്ട് പേഷ്യൻറ്റ് അറസ്റ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അതായത് പേഷ്യൻ്റെ ECG നോക്കുക. ECG നോക്കുന്നത് നമുക്ക് എന്താ ബ്രാഡിക്കാർഡിയ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ടക്കിക്കാർഡിയ ഉണ്ടാകുന്നുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ ECG നോക്കുന്നു. നെക്സ്റ്റ് നമ്മൾ സാച്ചുറേഷൻ, പേഷ്യൻ്റെ സാച്ചുറേഷൻ നോക്കുക. ഡ്യൂറിങ് സക്ഷൻ നോക്കണം, അതായത് ബിഫോർ സക്ഷൻ, ഡ്യൂറിങ് സക്ഷൻ ആൻഡ് ആഫ്റ്റർ സക്ഷൻ. ഇങ്ങനെ പേഷ്യൻറ്റിനെ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ സക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സക്ഷൻ ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫ്രീക്വൻസി ഓഫ് സക്ഷനിങ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം സക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഇത് ഒരു പ്രാവശ്യം, ഇപ്പോൾ ഓപ്പൺ സെക്ഷൻ ആണെങ്കിലും അത് കൃത്യമായിട്ട് സ്റ്റെറൈലായിട്ടുള്ള പ്രൊസീജിയർ, സ്റ്റെറൈൽ ഗ്ലൗ 2 പേര് കൂടി മാത്രമേ ചെയ്യാവുള്ളൂ. ഒരാൾ അസിസ്റ്റ് ചെയ്യുക, മറ്റേയാൾ ഓപ്പൺ സെക്ഷൻ ചെയ്യുക. ഓപ്പൺ സെക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും സിംഗിൾ ബ്രെത്ത് കൊടുക്കണം, അതായത് ഓക്സിജനേഷൻ, നമ്മൾ പ്രീ ഓക്സിജനേഷൻ കൊടുക്കണം പേഷ്യൻറ്റിന്. കാരണം ഡിസ്കണക്റ്റ് ആകുമ്പോൾ നമുക്ക് പേഷ്യൻറ്റിന് ഓക്സിജൻ കിട്ടാതെ വരുന്ന ആ ഓക്സിജൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേഷ്യൻറ്റിന് കൊടുക്കണം. പിന്നെ സക്ഷൻ്റെ ഫ്രീക്വൻസി നോട്ട് മോർ ദാൻ 3 ടൈംസ്. അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ സക്ഷൻ ചെയ്യാൻ പാടില്ല. ഒരു പ്രാവശ്യം സക്ഷൻ ചെയ്യുമ്പോൾ ലെസ് ദാൻ 15 സെക്കൻഡ്, അതായത് നമ്മൾ ഒരു പ്രാവശ്യം എൻഡോട്രക്കിയൽ ട്യൂബിലേക്ക് സക്ഷൻ കത്തീറ്റർ ഇട്ട് സെക്ഷൻ ഈൽഡ് ഔട്ട് ചെയ്യുന്നതിന് ലെസ് ദാൻ 50 സെക്കൻഡ്, അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. പിന്നെ വാക്വം പ്രഷർ ലെവൽ നമ്മൾ നോക്കണം. സക്ഷൻ വർക്കിംഗ് ആണോ എന്നുള്ള ആദ്യം നോക്കണം. സക്ഷന് വാക്വം പ്രഷർ നമ്മൾ നോക്കണം. ഒരു 100 to 150 ആണ് അതിൻ്റെ നോർമൽ പ്രഷർ. എത്രത്തോളം ഡീപ്പിലേക്ക് ഈ സക്ഷൻ കത്തീറ്റർ പോകാൻ പറ്റും. ഈ സക്ഷൻ കത്തീറ്റർ എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ടും അറിയേണ്ടത് ET ട്യൂബിന് പാകമായിട്ടുള്ള സക്ഷൻ കത്തീറ്റർ എടുക്കുക. അതിന് നമ്മൾ ഒരു മെഷർമെൻറ്റ് നമുക്ക് എടുക്കുന്നത് ET ട്യൂബ് സൈസ് ഇൻറ്റു 2 - 2, അതായത് ET ട്യൂബിൻ്റെ സൈസ് 7.5 ആണ് എങ്കിൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 15 ആവും. 15 - 2 അതൊരു കാൽക്കുലേഷനാണ്. അങ്ങനെ വരുമ്പം അത് 13 ആയിരിക്കും. 13 ആണെങ്കിൽ നമ്മൾ എപ്പോഴും 12 എടുക്കാൻ പാടുള്ളൂ. കാരണം 10, 12, 14, 16 ആണ് സക്ഷൻ കത്തീറ്ററിൻ്റെ സൈസ്. അപ്പോൾ 13 ആണ് വന്നതെങ്കിൽ നമ്മൾ 12 എടുക്കുക. എക്സാമ്പിൾ, ഒരു 8 നമ്പർ സക്ഷൻ കത്തീറ്ററാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 8 × 2 - 2, അതായത് 16 - 2 14. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ET ട്യൂബിനെ കഴിഞ്ഞ് 0.5 സെൻറ്റിമീറ്റർ കൂടുതൽ നമ്മുടെ ഈ സക്ഷൻ കത്തീറ്റർ പോകാൻ പാടില്ല. അത് മ്യൂക്കോസൽ ഇഞ്ചുറി ഉണ്ടാവും പേഷ്യൻറ്റിന്, അത് ഹാമാണ്. നമുക്കിപ്പോൾ സാധാരണയായിട്ട് ക്ലോസ് സെക്ഷൻ നമ്മളിപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ക്ലോസ് സെക്ഷൻ കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ബെനിഫിറ്റ്സ് ഉണ്ട്. ബെനിഫിറ്റ്സ് ഉണ്ടോ പോലെ തന്നെ അതിന് കുറേ ഡീമെറിറ്റ്സും ഉണ്ട്.
അതിൻ്റെ ബെനിഫിറ്റ്സ് നോസോകോമിയ ഇൻഫെക്ഷൻ ഒരു പരിധി വരെ, അതായത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ക്ലോസ് സെക്ഷനിലാണെങ്കിൽ. ഓപ്പൺ സെക്ഷനിലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഓപ്പൺ സെക്ഷൻ അസെപ്റ്റിക് പ്രിക്കോഷൻസ് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ കൂടുതലായിട്ട് ഹൈ പീപ്പുള്ള പേഷ്യൻറ്റ്, ഹൈ ഓക്സിജൻ FiO2 ഒക്കെ ഹൈ ആയിട്ടുള്ള പേഷ്യൻറ്റിനെ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ഈ ക്ലോസ് സെക്ഷനാണ് ഉപയോഗിക്കൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സക്ഷനിങ് എന്താണ്, സക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, സക്ഷൻ്റെ പ്രഷർ ലെവൽ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.